വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ചോദിക്കാനുള്ള അവകാശം ലീഗിനുണ്ട് എന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുൻപ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് തീരുമാനിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുക്കും. വല്ല വൈകാതെ UDFന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പായി നമ്മൾ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വൈകാതെ തീരുമാനം. ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിച്ചാൽ നടപ്പിലാകുക എന്ന് നമുക്കറിയാം. ആ സമയത്താണ് ചോദിക്കുക. UDF ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വരുന്ന മുറക്ക് ഏത് സമയമുണ്ടല്ലോ, അതിന്റെ അടുത്ത തീരുമാനം. കോട്ടയം സീറ്റിന് പുറമെ മറ്റൊരു സീറ്റ് വേണമെന്ന് KM മാണി. ഇടുക്കിക്കാണ് പരിഗണന. ജയിക്കുന്ന സീറ്റാണ് വേണ്ടതെന്നും ചാലക്കുടി തൃശൂർ സീറ്റ് ലഭിച്ചാൽ സ്വീകരിക്കുമെന്നും കോട്ടയം വിട്ടുകൊടുക്കില്ല എന്നും മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അത് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. നല്ല ജയിക്കുന്ന സീറ്റായിരിക്കണം. ചുമ്മാ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. രണ്ടാമത്തെ, ഞങ്ങൾക്ക് 3 സീറ്റ് ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നൊരു പാർട്ടിയാണല്ലോ. അപ്പം 2 സീറ്റ് ചോദിക്കുന്നൊരു അപാകതയൊന്നുമില്ല. ഞങ്ങൾക്ക് 2 സീറ്റ് വേണം. ശേഖരത്തിന് ഗുണം എനിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഗുണമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ല 2 കൂട്ടരോട് ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ആ വലിയ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് 100% മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് 90 കിട്ടിയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാനൊക്കെയില്ല. അവരെല്ലാം കൂടി ആലോചിച്ച് പാർട്ടി ഒരു പ്രോഗ്രാം നിർദ്ദേശിച്ചതാണ് ജോസ് കെ മാണി ഒരു കേരള യാത്ര നടത്തണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചല്ല, ശരത്കുന്ന് സമ്മേളനം തീരുമാനിച്ചതനുസരിച്ചാണ് ജോസ് കെ മാണി ഇപ്പോൾ കേരള യാത്ര നടത്തുന്നത്. തനിയുമല്ല, ശ്രീ PJ ജോസഫ് തന്നെയാണ് കേരള യാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും, പാർട്ടിക്ക് അതൊരു ഭിന്നതയില്ലല്ലോ. ഭിന്നതയുണ്ടെങ്കിൽ PJ ജോസഫ് വരുമായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ നല്ല യോജിപ്പോടുകൂടി എല്ലാവരും കൂടി ഒന്നിച്ചു നീക്കുക. പിന്നെ മീഡിയക്കാർ ഇതിനകത്ത് വിനിപ്പുണ്ടാക്കാതിരുന്നാൽ മതി. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയം സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ക്ഷേത്ര നിർമ്മാണത്തിന് VHPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാമജന്മഭൂമി ന്യാസിന് തർക്കഭൂമി ഒഴിച്ചുള്ള 67 ഏക്കർ ഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം വ്യത്യസ്ത നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2.7 ഏക്കർ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിലുമാണ് കേന്ദ്ര സർക്കാർ നീക്കം. തർക്കഭൂമിയും ചുറ്റിലും അവശേഷിക്കുന്ന 67 ഏക്കർ ഭൂമിയും 1993 പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇതിൽ 2.77 ഏക്കർ ഒഴികെയുള്ള ഭൂമി രാമജന്മഭൂമി ന്യാസിന് വിട്ടു നൽകാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. തർക്കഭൂമിക്ക് ചുറ്റിലുമുള്ള 67 ഏക്കർ പ്രശ്നബാധിതമല്ലാത്ത ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത 67 ഏക്കർ ഭൂമിയിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും തൽസ്ഥിതി തുടരണമെന്നും 2003 സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഭൂമി 3 വിഭജിക്കാനുള്ള 2010 അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകളിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഹർജി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൽ നസീർ എന്നിവരുടെ 5 അംഗ ബെഞ്ചാണ് അയോധ്യ കേസ് പരിഗണിക്കുന്നത്. അയോധ്യയുമായി ബന്ധപ്പെട്ട 67 ഏക്കർ ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടു നൽകാൻ 2003 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന BJP സർക്കാർ ശ്രമിച്ചിരുന്നു. അതിന് തടയിട്ട ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് മറികടക്കാനാണ് മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കേന്ദ്രത്തിലുള്ള BJP സർക്കാർ വീണ്ടും ശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പിറവം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയുടെ 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് ആനി ജോണും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പിന്മാറിയത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് പിന്മാറ്റം. നേരത്തെ ജസ്റ്റിസുമാരായ PK അബ്ദുൾ റഹീം, TV അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും പ്രത്യേക കാരണങ്ങളൊന്നും പറയാതെ പിന്മാറിയിരുന്നു. സുപ്രീം കോടതി വിധി പ്രകാരം പിറവം പള്ളി തങ്ങൾക്ക് വിട്ടു കിട്ടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയാണ് കേൾക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് പിറവം പള്ളി തർക്ക കേസ് കേൾക്കുന്നതിൽ നിന്നും 4ാമത്തെ ബെഞ്ചും പിന്മാറിയത്. ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് ആനി ജോണും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പിന്മാറിയത്. കേസ് കേൾക്കുന്നില്ലെന്ന ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്മാറ്റം. ഇതോടെ പിറവം പള്ളി തർക്ക കേസിൽ തങ്ങൾക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പാക്കി തരണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജി കേൾക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുകയാണ്. കഴിഞ്ഞ ഡിസംബർ 11 ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോനും
ദേവൻ രാമചന്ദ്രനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലായിരുന്നു ഹർജി ആദ്യമെത്തിയത്. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിഭാഷകനായിരിക്കെ പള്ളിക്കേസിൽ ഹാജരായിട്ടുണ്ടെന്ന എതിർ വിഭാഗം ചൂണ്ടിക്കാട്ടിയതോടെ പിന്മാറുകയായിരുന്നു. കോടതിയുടെ നിഷ്പക്ഷത ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനാണെന്നായിരുന്നു വിശദീകരണം. രണ്ടാമതെത്തിയ ജസ്റ്റിസ് ചിദംബരേഷ് അടങ്ങുന്ന ബെഞ്ചും ഇതേ കാരണത്താൽ ഒഴിവായി. ചിദംബരേഷ് അഭിഭാഷകനായിരിക്കെ യാക്കോബായ വിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയതോടെയായിരുന്നു പിന്മാറ്റം. എന്നാൽ മൂന്നാം തവണ എത്തിയ ജസ്റ്റിസുമാരായ PK അബ്ദുൾ റഹീം, TV അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രത്യേക കാരണങ്ങളൊന്നും പറയാതെ പിന്മാറുകയായിരുന്നു. നാലാമത്തെ ബെഞ്ചും പിന്മാറിയതോടെ കേസ് കേൾക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുകയാണ്. യാക്കോബായ വിഭാഗത്തിന്റെ സ്വാധീനം മൂലമാണ് കേസ് വൈകുന്നതെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. ദില്ലിയിൽ വച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അൽഷിമേഴ്സും പാർക്കിൻസണും ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണവാർത്ത കുടുംബം സ്ഥിരീകരിച്ചത്. വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു ജോർജ് മാത്യു ഫെർണാണ്ടസ്. അൽഷിമേഴ്സ്, പാർക്കിൻസൺ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത്. ദില്ലിയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. മുൻ പ്രതിരോധ മന്ത്രി, അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ നേതാവ്, NDA സ്ഥാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു. 1930 മംഗലാപുരത്തായിരുന്നു ജനനം. 1967 ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ് ചേരിയിൽ ഉറച്ചുനിന്ന് സമരങ്ങൾ നയിച്ച അദ്ദേഹം പിന്നീട് NDA സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചു. വിവിധ മന്ത്രിസഭകളിലായി റെയിൽവേ, പ്രതിരോധ, വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. സമതാ പാർട്ടി രൂപീകരിച്ചെങ്കിലും കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല. 2010 അസുഖബാധിതനായതിനെ തുടർന്ന് പൊതുരംഗം വിട്ടു. എന്നാൽ അവകാശ തർക്കത്തെ തുടർന്ന് പിന്നെയും വാർത്തകളിൽ നിറഞ്ഞു. ജോർജ് ഫെർണാണ്ടസിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, രവിശങ്കർ പ്രസാദ്, സ്മൃതി ഇറാനി, BJP അധ്യക്ഷൻ അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. വിദേശത്തുള്ള മകൻ എത്തിയ ശേഷമേ സംസ്കാര സമയം തീരുമാനിക്കൂ. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാലകശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്ന് MP വീരേന്ദ്രകുമാർ. രാജ്യം അദ്ദേഹത്തെ എന്നും ഓർക്കും. ഒന്നിനെയും ഭയപ്പെടാത്ത ധീരനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. ജോർജ് ഫെർണാണ്ടസുമായിട്ടുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായിരുന്നു. ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. സോഷ്യലിസ്റ്റുകളെ യോജിപ്പിക്കണം, പുരോഗമനവാദികളെ ഒന്നിച്ചു വരണം, അതിന് ഞാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ്. എൻ്റെ അവസാനം പറഞ്ഞ വാക്കതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ചാലക ശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. ഇന്ത്യ ഓർക്കും അദ്ദേഹത്തെ. അദ്ദേഹത്തെ അറിയപ്പെടുക ഒരു പ്രബുദ്ധ, ഒരു വിപ്ലവകാരിയായിട്ടുള്ള, ഒന്നിനെ ഭയപ്പെടാത്ത, കൂസലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പോലീസ് പരിശോധന വിവരക്കേടെന്ന് മന്ത്രി MM മണി. ഏത് പാർട്ടി ഓഫീസിലും പോലീസ് കയറിയിറങ്ങുന്നത് ശരിയല്ലെന്നും കോൺഗ്രസുകാരോ BJPക്കാരോ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാകാം DCP പരിശോധന നടത്തിയതെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിൽ അത് ഇങ്ങനെ കയറി പോലീസ് വിരകുന്നത് തീരെ ശരിയല്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. അതിപ്പോൾ KPCC ഓഫീസിൽ കയറിയാലും DCC ഓഫീസിൽ കയറിയാലും ഞങ്ങളുടെ സമീപനം ഇത് തന്നെയാണ്, മാറ്റമില്ല. പിന്നെ ഞങ്ങൾ ഈ അയ്യോഭാവങ്ങളായതുകൊണ്ട് മാർക്സിസ്റ്റുകാരാണല്ലോ, വരുന്നവന് മുഴുവൻ ഞങ്ങളെ കൊട്ടാവല്ലോ. അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കുകയില്ല. തന്നെയല്ലെന്നേ സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ച് പാർട്ടി ഓഫീസിൽ ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഇരുത്തുവോ? ബാങ്കുകളുടെ ലയനത്തിലൂടെ പൊതുമേഖലയെ തളർത്തുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻസൻ. ഇതിലൂടെ സ്വകാര്യവൽക്കരണം എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് മോദി സർക്കാർ കരുതുന്നുവെന്നും തപൻസൻ. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ CITU ജനറൽ സെക്രട്ടറി ആഞ്ഞടിച്ചത്. ബാങ്കുകളുടെ ലയനത്തിലൂടെ പൊതുമേഖലയെ തളർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിലൂടെ സ്വകാര്യവൽക്കരണമാണ് മോഡി ലക്ഷ്യമിടുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ RBI പോലും സുരക്ഷിതമല്ലെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപസ്സൻ പറഞ്ഞു. completely privatize the private banking system, nationalized banking system.
openly Niti Aayog preaching for bringing the government share in all the PSBs, public sector banks, to 40%. That is, they are preaching every day, justifying in different consultative conclave with the corporate house, which are also getting publicity in the print media. They black out the trade union movement, I know. They will do it in their class interest. But they are being publicized in media. They are trying to build up a public opinion also. That need to be blasted. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ SR ബാൽനഗറിൽ ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് CJ നന്ദകുമാർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രദീപ് ബിശ്വാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ ചേരുന്ന വനിതാ സമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല ദർശനം നടത്തിയ ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന് നേരെ കല്ലേറ്. കഴുത്തിനു പുറകിൽ പരിക്കേറ്റ മഞ്ജുവിനെ പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപം വെച്ചാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കല്ലേറെന്ന് മഞ്ജു പോലീസിന് മൊഴി നൽകി. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനല്ല, രാമായണം വായിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ M. ലീലാവതി. രാമായണത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചില കൂട്ടർ രാമക്ഷേത്രം പണിയാൻ നടക്കുന്നത്. ശ്രീരാമക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ക്ഷാമവുമില്ല. കോടിക്കണക്കിന് പട്ടിണി കുഞ്ഞുങ്ങൾ രാജ്യത്തുള്ളപ്പോൾ കോടികൾ മുടക്കി ദേവാലയം പണിയുന്നതിനല്ല പ്രാധാന്യം നൽകേണ്ടത്. 2 വർഷം പ്രയത്നിച്ചാണ് താൻ വാൽമീകി രാമായണം വിവർത്തനം ചെയ്തത്. ആ കഠിന പ്രയത്നത്തിന് അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ M. ലീലാവതി കൊച്ചിയിൽ പ്രതികരിച്ചു. ശ്രീരാമന് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി ആളുകൾ കടന്നു ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്ഷേത്രം പണിയുന്നതിന് വേറെ ആളുകൾ രാമായണം വായിച്ചാൽ നന്നായിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ പൊരുൾ എന്താണെന്ന് അറിയാൻ ഉള്ള ശ്രമമല്ല. ഇങ്ങനെ ശ്രീരാമനും ക്ഷേത്രത്തിന് വല്ല ക്ഷാമമുണ്ടോ ഇന്ത്യയിൽ? പുതുതായിട്ടൊരു ക്ഷേത്രം പണിച്ച എത്രയോ വലിയ തുക ചെലവാക്കിയിട്ട് പട്ടിണി കുഞ്ഞുങ്ങൾ, കോടിക്കണക്കിന് പട്ടിണി കുഞ്ഞുങ്ങളുള്ള നാട്ടിൽ ഒരു ദേവാലയം പണിയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള ആ ഒരു സമീപന രീതി രാമായണം വിവർത്തനം ചെയ്തിട്ടും എനിക്കില്ല. മുൻമന്ത്രി KM മാണി പ്രതിയായ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി. മാണിക്കെതിരായ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസ് നിലപാട്. മാണിക്കെതിരെ തുടരന്വേഷണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന VS അച്യുതാനന്ദന്റെ ഹർജിയും തനിക്കെതിരായ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന KM മാണിയുടെ ഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അടുത്തയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ KM മാണിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകൻ ഹാജരാകുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഉത്തർപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനൊരുങ്ങി മഹാസഖ്യം. 15 മണ്ഡലങ്ങളിൽ ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളാണ് ആദ്യഘട്ട പട്ടികയിൽ പലതും. മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള കോൺഗ്രസിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞുവെന്നതിന്റെ സൂചന കൂടിയാണ് SP-BSP നീക്കം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ BSPക്കും മധ്യകിഴക്കൻ മേഖലകളിൽ സമാജ്വാദി പാർട്ടിക്കും കൂടുതൽ പ്രാതിനിധ്യം. ഈ ധാരണയുടെ പുറത്ത് ആദ്യഘട്ടമായി 15 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യത്തിന്റെ തീരുമാനം. സഹരൻപൂർ, ഗാസിയാബാദ്, ലക്നൌ, കാൺപൂർ, ഫൈസാബാദ്, ഉന്നാവോ, പ്രതാപ്ഗഡ് ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഫെബ്രുവരി ആദ്യവാരം തന്നെ പ്രഖ്യാപനമുണ്ടാകും. മിഷൻ 30 എന്ന പേരിൽ കോൺഗ്രസ് UPയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന മണ്ഡലങ്ങളിലാണ് മഹാസഖ്യം ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2014 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ ഈ മണ്ഡലങ്ങളിലൂടെയാണ് കോൺഗ്രസ് UPയിൽ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതകളെ പൂർണ്ണമായും എഴുതിത്തള്ളുന്നത് കൂടിയാകും പ്രഖ്യാപനം. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നേറ്റം നേടുകയാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് തോട്ടം മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണ്. പ്രളയവും ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയുമെല്ലാം 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ചെറുതും വലുതുമായ തോട്ടങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മേഖലയിൽ സർക്കാർ വരുത്തിയ പരിഷ്കാരങ്ങൾക്കൊപ്പം പുതിയ പ്രഖ്യാപനങ്ങളാണ് തോട്ടം മേഖല ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ UDF സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളിൽ ഭൂരിഭാഗവും ഭൂരഹിതർക്ക് പ്രയോജനപ്പെട്ടില്ല. ഉപയോഗശൂന്യമായ ഭൂമി വിതരണം ചെയ്തതിനാലാണിത്.
39,788 സീറോ ലാൻഡ്ലെസ് പട്ടയങ്ങളാണ് UDF സർക്കാർ വിതരണം ചെയ്തത്. ലാൻഡ് ട്രിബ്യൂണലുകൾ മുഖേന UDF സർക്കാർ 5 വർഷം കൊണ്ട് നൽകിയത് 89,884 പട്ടയങ്ങൾ. എന്നാൽ 2.5 വർഷത്തിനുള്ളിൽ LDF സർക്കാർ നൽകിയതാകട്ടെ 1,02,681 പട്ടയങ്ങളും. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഇത് ഇരട്ടിയിലേറെയാകും. കൂടുതൽ പട്ടയം നൽകിയത് തൃശൂർ ജില്ലയിൽ 30,123, കുറവ് പത്തനംതിട്ടയിലും 205. ഇടുക്കിയിൽ 2.5 വർഷം കൊണ്ട് LDF സർക്കാർ 20,354 പട്ടയങ്ങൾ നൽകി. എന്നാൽ 5 വർഷം കൊണ്ട് UDF സർക്കാർ നൽകിയതാകട്ടെ 23,142 പട്ടയങ്ങളും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അർഹതയുള്ളവർക്ക് പരമാവധി പട്ടയങ്ങൾ വേഗത്തിൽ നൽകുകയാണ് സർക്കാർ നയമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ സമീപനം, സർക്കാരിന്റെ നയം ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്നതാണ്. കൈവശമിരിക്കുന്ന ഭൂമിയുടെ രേഖ ലഭ്യമാക്കുക എന്നതാണ്. ഇത് ഒരു വലിയ ഔദാര്യത്തിന്റെ കാര്യമല്ല, ഒരുപാട് വർഷങ്ങളായി ലഭിക്കേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രത്തോളം വലുതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും നൂലാമാലകളും എല്ലാം. പട്ടയ വിതരണം ത്വരിതപ്പെടുത്തുവാൻ LDF സർക്കാർ 17 ലാൻഡ് ട്രിബ്യൂണലുകളും 29 സ്പെഷ്യൽ ട്രിബ്യൂണലുകളും ആരംഭിച്ചു. 1964 ഉപാധിരഹിത പട്ടയ വിതരണ ചട്ടങ്ങളിൽ ഇളവുകളും വരുത്തി. വില്ലേജ് ഓഫീസർമാർക്കും ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കും കൂടുതൽ അധികാരങ്ങളും നൽകി. പട്ടയങ്ങൾ പണയപ്പെടുത്തുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും നിലവിലുള്ള നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും വരുത്തി. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പട്ടയം വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഭൂരഹിതരായ പാവങ്ങൾക്ക് ഭൂമിയും അർഹരായ കർഷകർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയവും നൽകുക എന്നത് LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിനകം ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം നൽകിക്കഴിഞ്ഞു. കൂടുതൽ ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇടുക്കി നടുപ്പാറ എസ്റ്റേറ്റ് ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ നടപടി നേരിട്ട 5 പോലീസുകാരുടെ സസ്പെൻഷൻ ജില്ലാ പോലീസ് മേധാവി പിൻവലിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഇന്നു മുതൽ അതാത് സ്റ്റേഷനുകളിൽ ജോലിയിൽ പ്രവേശിക്കാം. ഇന്നലെ രാത്രിയോടെയാണ് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായ പ്രതിയുടെ ചിത്രം മേലുദ്യോഗസ്ഥരുടെ അറിവില്ലാതെ മാധ്യമങ്ങൾക്ക് നൽകിയതും മൊഴി ഉൾപ്പെടെ പരസ്യമാക്കിയതുമായിരുന്നു നടപടിക്ക് കാരണം. എസ്ഐമാരായ സജി എൻ പോൾ, CV ഉലഹന്നാൻ, CPOമാരായ രമേശ്, ഓമനക്കുട്ടൻ, സനീഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. അതേസമയം സംഭവത്തിൽ രാജാക്കാട് SIക്കെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ടുള്ള SP-യുടെ ശുപാർശ കൊച്ചി മേഖല IG-യുടെ പരിഗണനയിലാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിഭ്രാന്തി പരത്തി തേനീച്ച ആക്രമണം. ഇന്ത്യ-A ഇംഗ്ലണ്ട് ലയൺസ് മത്സരം നടക്കുന്നതിനിടെയാണ് തേനീച്ച ആക്രമണം ഉണ്ടായത്. ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയെ ഇംഗ്ലണ്ട് ലയൺസ് മത്സരം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്നും ഒരു കൂട്ടം തേനീച്ചകൾ ഇളകിയെത്തിയത്. കളി കാണാൻ വന്ന 2 പേർ കല്ലെറിഞ്ഞതാണ് കാരണം. തേനീച്ചയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് കുത്തേറ്റു. ഗ്യാലറിയുടെ മുകൾ ഭാഗത്തിരുന്ന 5 പേർക്കാണ് സാരമായി കുത്തേറ്റത്. പരിക്കേറ്റവരിൽ 13 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ഗ്യാലറിയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഇവരെ പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഉടൻ തന്നെ 5 പേരെയും പ്രാഥമിക ശുശ്രൂഷ നൽകി അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റി. തേനീച്ച ഇളകിയതിനെ തുടർന്ന് അരമണിക്കൂറോളം കളിയും നിർത്തിവെച്ചു. ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ രാഹുൽ ദ്രാവിഡും മൈതാനത്ത് തേനീച്ചയുടെ ആക്രമണമുണ്ടായ ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. തേനീച്ച ഇളകിയതോടെ ദ്രാവിഡ് അവിടുന്ന് ഓടി മാറുകയായിരുന്നു. അതേസമയം തേനീച്ചക്കൂടിന് കല്ലെറിഞ്ഞവരെ കണ്ടെത്താനായില്ല. ന്യൂസ് ഡെസ്ക്.